വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായ ഭാഷയിൽ ഉണർത്തി. എന്തിനു വേണ്ടി ഞാനിത് പറയണം? ഇത്രയും മഹാ അത്ഭുതം കാണിച്ച മഹദി റളിയല്ലാഹു തആല അൻഹയുടെ മരണരംഗം അല്പം വിശദീകരിക്കാൻ വേണ്ടിയാണ്. അതേ ബഹുമാനപ്പെട്ട മഹദിയുടെ കഴിവ് നിങ്ങൾ മനസ്സിലാക്കൂ. ഇബാദത്തിലൂടെ വളർന്ന ബഹുമാനപ്പെട്ട മഹദി പ്രസവിക്കപ്പെടുന്നതിന് തന്നെ മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട മഹദിയുടേതായ മാതാവ് ബഹുമാനപ്പെട്ട മഹദിയെ നേർച്ചയാക്കിയിരിക്കുകയാണ്. ഖുർആൻ വ്യക്തമാക്കി, ഇന്നി നദർതു ലക മാ ഫീ ബത്നി മുഹററാ. വളരെ ചുരുക്കി പറയട്ടെ, മഹദി മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയെ പ്രസവിക്കപ്പെട്ടു, വളർന്നുകൊണ്ടിരിക്കുകയാണ്. പല അത്ഭുത സംഭവങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ് മഹദിയിൽ നിന്ന്. ഭർത്താവിനെ അംഗീകരിച്ചിട്ടില്ലാത്ത ബീവി മറിയം റളിയല്ലാഹു തആല അൻഹ കാലാന്തരത്തിൽ അല്ലാഹുവിന്റെ ആരാധനയിൽ വളർന്നുകൊണ്ടിരിക്കുമ്പോ ബഹുമാനപ്പെട്ട മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ ഗർഭിണിയായി മാറി. ഇത് കണ്ട സമയത്ത് നാട്ടുകാരെല്ലാം തന്നെ ബഹുമാനപ്പെട്ട മഹദിയെ ആക്ഷേപിക്കുകയാണ്, അപവാദം ചുമത്തുകയാണ്. ഭർത്താവിനെ സ്വീകരിക്കാത്ത മഹദിക്ക് ഗർഭം ധരിച്ചു എന്ന് കണ്ടപ്പോ ഇതിന്റെ പിന്നിൽ ഒരു കറുത്ത കൈ പ്രവർത്തിച്ചിരിക്കുന്നു, ഒരു കള്ളക്കളിയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അല്ലാഹുവിന്റെ ഖുദ്റത്ത് ഇറാദത്ത് വേണ്ടത്ര മനസ്സിലാക്കാൻ മാത്രം ബുദ്ധി വികസിച്ചിട്ടില്ലാത്ത ആ ജനത മഹദി റളിയല്ലാഹു തആല അൻഹയോട് പറയുന്നു, അല്ലയോ മറിയം, നിന്റെ പിതാവ് വ്യഭിചാരിയായിരുന്നില്ല, അതേപോലെ തന്നെ വമാ കാനത് ഉമ്മുകി ബഗിയ്യാ, നിന്റെ മാതാവ് വേശ്യയായിരുന്നില്ല, വ്യഭിചാരിണിയായിരുന്നില്ല. നീ ഭർത്താവില്ലാത്ത നീ ഇപ്പോൾ ഗർഭം ധരിച്ചിരിക്കുകയാണ്. ഒരു കറുത്ത കൈ നിന്നെ പ്രവർത്തിച്ചിട്ടുണ്ട്, ഒരു കള്ളക്കളി നിന്നിലുണ്ട്. ബഹുമാനപ്പെട്ട മഹദി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിങ്കലേക്ക് മുഴുവനും ബലമേൽപ്പിക്കുകയാണ്. എന്തിനേറെ പറയണം സുഹൃത്തുക്കളെ, നാം മനസ്സിലാക്കണം, അതേ മഹദി റബ്ബിന്റെ ഇബാദത്തിൽ മുഴുകിയിരിക്കുകയാണ്, ഏകാന്തവാസത്തിൽ കഴിയുകയാണ്. ആൾക്കാരൊഴിഞ്ഞ് അഥവാ വിജനമായ സ്ഥലത്ത് ചെന്ന് ഇബാദത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. മഹദി റളിയല്ലാഹു തആല അൻഹക്ക് ഭക്ഷണം പാർസൽ ചെയ്യപ്പെടുന്നില്ല, ആരും ഭക്ഷണം ഉണ്ടാക്കി അവിടെ എത്തിച്ചു കൊടുക്കുന്നില്ല. മഹദിയാണെങ്കിൽ ഭക്ഷണത്തിന് പണമടച്ചിട്ടില്ല. മഹദി ഭക്ഷണം പാകപ്പെടുത്താൻ വേണ്ടി സജീവതേ ഭക്ഷ്യധാന്യങ്ങളില്ല, അതേപോലെ തന്നെ തീയുണ്ടാക്കി ഭക്ഷണം പാകപ്പെടുത്തുന്നില്ല. ആ കാലഘട്ടത്തിൽ മഹദി താമസിക്കുന്നത് ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിലാണ്, ഈത്തപ്പന വൃക്ഷത്തിന്റെ ചുവട്ടിലാണ്. ആ വൃക്ഷത്തിന്റെ സ്ഥിതി എന്തുമാത്രം ദയനീയമാക്കണോ ബഹുമാനപ്പെട്ട നേതാക്കന്മാര് വിശദീകരിച്ചു. ഉണങ്ങി 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 കരിഞ്ഞ പോലെ ഉണങ്ങിപ്പോയി. ഇലകളിൽ ഒരു ഇല പോലും അതിന്റെ മുകളിലില്ല എന്ന് മാത്രമല്ല, അതേ വൃക്ഷത്തിന്റെ ചില്ലികൾ കൊമ്പുകളെല്ലാം തന്നെ ഉണങ്ങി വീണിരിക്കുകയാണ്. തടിമുരട് മാത്രം അവിടെ ബാക്കിയുണ്ടെങ്കിൽ ആ തടിമുരടും ഉണങ്ങിയിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ബഹുമാനപ്പെട്ട മഹദിക്ക് ഭക്ഷണം വേണമല്ലോ, എവിടുന്ന് ലഭിക്കും? ബഹുമാനമാക്കപ്പെട്ട മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ ഇബാദത്തിൽ അല്ലാഹുവിന്റെ ഇബാദത്തിൽ വ്യാപൃതയായിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭക്ഷണം നൽകുമെന്ന് ബഹുമാനപ്പെട്ട മഹദിക്ക് അറിയാവുന്നതാണ്. അല്ലാഹുവിങ്കലെ കേൾപ്പിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ താഅത്തിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന വലിയ്യത്തുല്ലാഹി മറിയം റളിയല്ലാഹു തആല അൻഹ താമസിക്കുന്ന വൃക്ഷത്തിനാ താമസിക്കുന്ന അരികിലുള്ള വൃക്ഷത്തിന്റെ സ്ഥിതിയാണെങ്കിലോ ഒരു കായ പോലും ഇല്ല എന്ന് മാത്രമല്ല, ആ കാലഘട്ടം കായകൾ ഉണ്ടാകുന്ന കാലവും അല്ല. മഹാനായ ഫഖറുദ്ദീൻ റാസി തങ്ങൾ തന്റെ തഫ്സീറുൽ കബീറിൽ വിശദീകരിക്കുമ്പോ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ഇതേ സംബന്ധിച്ച് ഇപ്രകാരം, അഥവാ കായ്കനികൾ ഉണ്ടാകുന്ന കാലമല്ല, ആ കാലഘട്ടത്തിൽ ഉടങ്ങിയ വൃക്ഷത്തിന്റെ ചുവട്ടിൽ താമസിക്കുന്ന മഹദിയോടല്ല പറഞ്ഞു, ഇലൈക്കി ബിജിദിൻ നഖലതി തുസാഖിതു അലൈക്കി റുതബൻ ജനിയ്യാ ഫകുലി വശ്റബി ഖാല അല്ലാഹു അസ്സ വജൽ. മറിയമേ, നീ താമസിക്കുന്ന വൃക്ഷം അഥവാ നിന്റെ അരികിലുള്ള ആ വൃക്ഷം നീ പിടിച്ചുരുക്കിക്കോ, ആവശ്യമുള്ള പഴവർഗ്ഗങ്ങൾ അതിൽ നിന്ന് വീണ് കിട്ടും. ബഹുമാനപ്പെട്ട മഹദി റളിയല്ലാഹു തആല അൻഹ ആ ഉണങ്ങിയ വൃക്ഷം അങ്ങ് പിടിച്ചുരുക്കിയപ്പോ സുബ്ഹാനല്ലാഹ്, പഴം അതാ തുരുതുരാ വീട് കിട്ടിയെങ്കിൽ
പഴുത്തതായിരിക്കുന്ന ഭക്ഷിക്കാൻ കൊള്ളുന്ന ഏറ്റവും നല്ല രുചികരമായ പഴം അതിന്റെ മുകളിൽ നിന്ന് വീണ് കിട്ടിയെങ്കിൽ, വെള്ളമില്ലാത്ത പൈപ്പ് ലൈനില്ലാത്ത കിണറുകളില്ലാത്ത ആറുകളില്ലാത്ത നദികളില്ലാത്ത സ്ഥലത്ത് വെച്ച് ബഹുമാനപ്പെട്ട റളിയല്ലാഹു തആല അൻഹാക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല വൃക്ഷത്തിന്റെ അടിയിലൂടെ ശുദ്ധജലം ഒഴുക്കി കൊടുത്തു. ഖാലല്ലാഹു അസ്സ വജൽ. മഹദിയെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാ ഞാനിത് പറഞ്ഞത്. നോക്കൂ, നിങ്ങൾ മനസ്സിലാക്കണം. ഒരേ പഴവർഗ്ഗങ്ങളില്ലാത്ത കാലഘട്ടത്തിൽ ഉണങ്ങിയിരിക്കുന്ന വൃക്ഷത്തിന്റെ മുകളിൽ നിന്ന് കായ പറിച്ച് ഭുജിച്ച ബഹുമാനപ്പെട്ട മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ മതിയായില്ല. ആ വൃക്ഷത്തിന്റെ അടിയിൽ നിന്ന് മഹദി റളിയല്ലാഹു തആല അൻഹ ശുദ്ധജലം ഒഴുകുന്ന ശുദ്ധജലം മുക്കിക്കുടിച്ചെങ്കിൽ അതേ അത്ഭുത സംഭവം തെളിയിച്ച ബഹുമാനപ്പെട്ട വലിയ്യത്തുല്ലാഹി മറിയം. സ്നേഹമുള്ളവരെ, ഇതുകൊണ്ട് അവസാനിച്ചില്ല. നിങ്ങൾ ശ്രദ്ധിക്കണം. ബഹുമാനപ്പെട്ട നബിയുല്ലാഹി സക്കരിയ്യ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പോലും ഞെട്ടിപ്പിച്ചിരിക്കുന്ന സംഭവം, അത്ഭുതപ്പെടുത്തിയിരിക്കുന്ന സംഭവം വിശുദ്ധ ഖുർആൻ തന്നെ വ്യക്തമാക്കി. കുല്ലമാ ദഖല അലൈഹാ സക്കരിയ്യൽ മിഹ്റാബ് വജദ ഇൻദഹാ റിസ്ഖാ ഖാല യാ മർയമു അന്നാ ലകി ഹാദാ ഖാലത് ഹുവ മിൻ ഇൻദില്ലാഹ്. ബഹുമാനപ്പെട്ട മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയുടെ കുടുംബക്കാരനാണ് സക്കരിയ്യ അലൈഹിസ്സലാത്തു വസ്സലാം. അതുകൊണ്ട് തന്നെ പലപ്പോഴും ബഹുമാനപ്പെട്ട പ്രവാചകൻ മഹദിയെ സമീപിക്കാറുണ്ട്, മഹദിയുടെ അരികിൽ വരാറുണ്ട്. പക്ഷേ കുല്ലമാ ദഖല അലൈഹാ സക്കരിയ്യൽ മിഹ്റാബ്, അവിടെ ഭക്ഷണം പാകപ്പെടുത്താൻ ആരുമില്ല, ഭക്ഷണം പാർസൽ ചെയ്യപ്പെടുന്നില്ല. പക്ഷേ മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയുടെ അരികിലേക്ക് മഹാനായ പ്രവാചകൻ കടന്നു വരുമ്പോഴെല്ലാം കുല്ലമാ ദഖല അലൈഹാ സക്കരിയ്യൽ മിഹ്റാബ്, സക്കരിയ്യ അലൈഹിസ്സലാത്തു വസ്സലാം ബഹുമാനപ്പെട്ട മഹദിയുടെ അരികിലേക്ക് കടന്നു വരുമ്പോഴെല്ലാം വജദ ഇൻദഹാ റിസ്ഖാ, മഹദിയുടെ അടുക്കൽ ഭക്ഷണം കാണുകയാണ്, ഭക്ഷണത്തെ എത്തിക്കുകയാണ്. മഹാനായ പ്രവാചകൻ അത്ഭുതത്തെ കുറിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട്, തഅജ്ജുബിന്റെ സീഗ ഉപയോഗിച്ചുകൊണ്ട് ചോദിക്കുന്നു, അന്നാ ലകി ഹാദാ, എങ്ങനെ നിങ്ങൾക്ക് ഇവിടെ ഭക്ഷണം കിട്ടി മറിയമേ? തൽസമയം ബഹുമാനപ്പെട്ട മഹദി പറഞ്ഞു, ഖാലത് ഹുവ മിൻ ഇൻദില്ലാഹ്, അത് പടച്ചോന്റെ ഭാഗത്തിൽ നിന്ന് കിട്ടിയതാണ്. അല്ലാഹുവിന് തഖ്വ ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരറിയാത്ത ഊഹിക്കാത്ത ഭാഗത്തിലൂടെ ഭക്ഷണം നൽകുമെന്ന് ഖുർആൻ വ്യക്തമാക്കിയതാണ്. വൈവിധ്യങ്ങൾ നിറഞ്ഞ ഇത്തരം മതപ്രസംഗങ്ങൾ യൂട്യൂബിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ ന്യൂസിലാൻഡ് ഓഡിയോസിന്റെ ഇസ്ലാമിക് ചാനലായ ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.